അമ്മുവിന്റെ മുഖമോർക്കെ അവന്റെ മനസ്സ് ശാന്തമായി. ഒരു പുഞ്ചിരിയോടെ അവൻ ചേറിൽ വന്നിരുന്നു. അപ്പോഴും അവന്റെ മനസ്സിൽ നിറയെ മുത്തുകളുള്ള കൊലുസിട്ട് മഴയിൽ ഓടി വരുന്ന ആ പെൺകുട്ടിയിലായിരുന്നു. എൻ്റെ പെണ്ണ്, നീ അല്ലേ പൊന്ന എന്നെ ഇങ്ങനെ ആക്കിയത്? നിന്റെ നഷ്ടം താങ്ങാനാകാത്തത് കൊണ്ടല്ലേ ഞാൻ എൻ്റെ ഭാര്യയായ നിന്നെ തന്നെ വെറുത്തു പോയത്. അമ്മുവിനോടുള്ള ഭ്രാന്തമായ ഇഷ്ടം കൊണ്ടാണ് പെണ്ണ് എനിക്ക് നിന്നെ കാണാൻ കഴിയാതിരുന്നത്. നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. തൊട്ടടുത്തുണ്ടായിട്ടും അറിഞ്ഞില്ലല്ലോ പൊന്ന. അവൻ മുഖം അമർത്തി തുടച്ചു. എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ഭാര്യയെ, നമുക്ക് വിശദമായി കാണാം. അവനിൽ ഒരു കുസൃതി ചിരി നിറഞ്ഞു, ഒപ്പം ഉള്ളിൽ അവളോടുള്ള പ്രണയവും. ശ്രീയുടെ ചെറിയച്ഛൻ്റെ മകൾ ആകാശയുടെ കല്യാണം 2 മാസത്തിനുള്ളിൽ ഉറപ്പിച്ചു. അതിൻ്റെ തിരക്കിലാണ് മംഗലത്തെ തറവാട്ടുകാർ. കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമായതിനാൽ മാധവൻ, അതായത് ശ്രീയുടെ അച്ഛനാണ് എല്ലാത്തിലും ഓടി നടക്കുന്നത്. ജയ് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ മുതൽ മീനൂട്ടി ആകെ സങ്കടത്തിലാണ്. ജയുടെ മുറപ്പെണ്ണാണ് മീനു. മീനു, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ചേട്ടൻ നിന്നെ ഇഷ്ടപ്പെടുമോ? ഇല്ലടാ, നിന്റെ മനസ്സിലുള്ള ഇഷ്ടം ചേട്ടൻ അറിയുക പോലുമില്ല. ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കാര്യമാടാ? മാതി കരഞ്ഞത്. ജയുടെ അനിയത്തി ആതിര അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും അവളുടെ മനസ്സ് ഓക്കെ ആകുന്നില്ലായിരുന്നു. എടാ, ഏട്ടൻ നിന്നെ പെങ്ങളായാണ് കണ്ടിരുന്നത്, അല്ലാതെ ഏട്ടൻ്റെ മനസ്സിൽ നിന്നോട് പ്രണയമൊന്നുമില്ലല്ലോ. ജയുടെ ഫാമിലി നമുക്കൊന്നുകൂടെ പരിചയപ്പെടാം. അമ്മ സീതാലക്ഷ്മി, അച്ഛൻ രാമോഹൻ, ഒരേ ഒരു സഹോദരി ആതിര. ഈ മീനൂട്ടി അമ്മയുടെ ചേട്ടൻ്റെ മോളാണേ. പെണ്ണെ മതി, എത്ര നേരമായി ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ ചേട്ടനോട് പറയാൻ പോവാ. അവൾ കപടദേഷ്യത്തോട് മീനുവിനോട് പറഞ്ഞു. വേണ്ട, എനിക്ക് വിഷമമൊന്നും ഇല്ലടാ, സാരമില്ല, ഞാൻ മറക്കാൻ ശ്രമിക്കാം. അവൾ ആതിരയെ നോക്കി ഒരു വിളറിയ ചിരി നൽകി മുറുക്കി പുറത്തേക്ക് നടന്നു. ആതിര ഒരു നെടുവീർപ്പോടെ അത് നോക്കി നിന്നു. അവൾ ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ചുറ്റും ഇരുട്ട് നിറഞ്ഞിട്ടുണ്ട്. അവൾ ആ റൂമിന്റെ ലൈറ്റ് ഓണാക്കി. LED ലൈറ്റുകൾക്ക് പുറമെ ഫിക്സഡ് സ്ട്രിംഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന മുറിയായിരുന്നു അത്. തൻ്റെ മുറി മുഴുവൻ അവൻ്റെ ചിത്രങ്ങളായിരുന്നു. ഭിത്തിയിൽ അവൻ്റെ പലതരത്തിലുള്ള ഫോട്ടോകൾ നിറഞ്ഞു നിൽക്കുന്നു. കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും മനോഹരമായി തോന്നുന്നത് ഒരു വലിയ ഫ്രെയിമിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ചിത്രത്തിലായിരുന്നു. അവൻ്റെ പലതരത്തിലുള്ള ഫോട്ടോകളായി ആ മുറി അതിമനോഹരമായി അവൾക്ക് തോന്നി. ജയ്, അവൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസിനുപരി അവൻ്റെ അത്രയും വലിപ്പമുള്ള പ്രതിമ കൂടി അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ജയ്. ആ പ്രതിമയിൽ വിരൽ ചലിപ്പിച്ചുകൊണ്ട് ഒരുതരം ഭാവത്തോടെ അവൾ പറഞ്ഞു, അന്നത്തെ നിന്നിൽ നിന്ന് ഇപ്പോഴുള്ള ആഞ്ജനെ ഒരുപാട് മാറിയിട്ടുണ്ട്. തന്നെ അസുരനായി മാറി നീ എൻ്റേത് മാത്രം, ഈ താരയുടെ മാത്രം. നമ്മുടെ ജീവിതത്തിൽ ആരും വേണ്ട ജയ്, ആരും. അത് നിന്റെ അമ്മുവായാലും വേണ്ട ജയ്, ഞാൻ സമ്മതിക്കില്ല. ഒരു ഭ്രാന്തിയെ പോലെ അവൾ അലറി. അവളെ നിനക്ക് കിട്ടാതായത് ആരാണെന്നാ നിന്റെ വിചാരം? ഞാൻ മാത്രം. ഒരു ക്രൂരമായ ചിരിയോട് അവൾ പറഞ്ഞു. ആ മുറി മുഴങ്ങുന്ന പോലെ ഉള്ള ശബ്ദത്തിൽ അവൾ ചിരിച്ചു. പഴയ കാര്യങ്ങൾ ഓർക്കെ അവളുടെ ചുണ്ടിലെ ചിരിക്ക് ക്രൂരത കൂടി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഈ ദിവസങ്ങളിൽ ജയ് അവന്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ ശ്രമിച്ചിരുന്നില്ല. കാരണം നമ്മുടെ ഡെവി തന്നെ. ആകാശയുടെ കല്യാണം വിളിക്കാനായി ജയുടെ ഓഫീസിൽ വന്നിരിക്കുകയാണ് ഹരി. ശ്രീയുടെ വെല്ലേട്ടനാണ് ഹരി. അവൻ അവിടെ ആദ്യം കണ്ട് റിസപ്ഷനിലേക്ക് നടന്നു. എക്സ്ക്യൂസ് മീ, എനിക്ക് അഞ്ജന സാറിനെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. മംഗല ഗ്രൂപ്പ്സിന്റെ CEO ഹരിമാധവനാണ്. സർ, അഞ്ജന സാർ ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് എ മൊമെന്റ് ago. ഈസ് ദർ എനിത്തിങ് അർജന്റ്? യെസ്, ദർ വാസ് എ നെസസിറ്റി. ഈസ് ദർ എനിവേ? വെയിറ്റ് 1 second സർ. ഓക്കെ എന്നും പറഞ്ഞ് റിസപ്ഷനിസ്റ്റ് അവനെ വിളിച്ചു. പറഞ്ഞു ഗൗരി. ഫോൺ എടുത്ത പാടെ ഗൗരവത്തിൽ അവന്റെ ചോദ്യമെത്തി. സാറിനെ കാണാൻ മംഗലത്ത് ഗ്രൂപ്പ്സിൽ നിന്ന് ഹരി സാർ വന്നിട്ടുണ്ട്. ഗൗരി എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തോ? ശരി സാർ. സാർ, ഇത് ആഞ്ജന സാറിൻ്റെ വീടിൻ്റെ അഡ്രസ്സാണ്, അങ്ങോട്ട് ചെന്നോളൂ. ഓക്കെ, താങ്ക്സ്. ഒരിക്കൽ കൂടി അവളെ നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നിറങ്ങി. നാളെ കഴിഞ്ഞാൽ ശ്രീക്ക് ക്ലാസ് തുടങ്ങുകയാണ്. അതുകൊണ്ട് ഡെവി അവൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തു പോയതാണ്. വീട്ടിലിപ്പോൾ ജോലിക്ക് ഒരാളെ നിർത്തിയിട്ടുണ്ട് ഡെവി. ഒപ്പം തന്നെ ശ്രീക്ക് ഒരു കൂട്ടിന് വേണ്ടിയും. ഹരിയുടെ കാർ ഒരിരമ്പലോടെ അവിടെ വന്നു നിന്നു. തികച്ച ഫോർമൽ ലുക്കിലായിരുന്നു അവൻ.
സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവൻ അകത്തേക്ക് കയറി. അപ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞ് ജയ് വന്നിരുന്നു. ജയെ കണ്ടവൻ ഒന്ന് എഴുന്നേൽക്കാൻ നോക്കി. വേണ്ട മിസ്റ്റർ. അവനൊരു സംശയത്തോടെ നിന്നു. ഹരി, മംഗലത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ CEO, ഒരു സംശയത്തോടെ നിൽക്കുന്ന ജയോടായി പറഞ്ഞു. ജയ് ഒരു ചിരിയോടെ അവൻ്റെ ഓപ്പോസിറ്റ് ചെയറിലായി വന്നിരുന്നു. സർ, എൻ്റെ സഹോദരി ആകാശയുടെ വെഡിങ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. ആഹാ, ഹരിക്ക് പെങ്ങളാണ് ഉള്ളത്? ജയുടെ മറുപടി പെട്ടെന്നായിരുന്നു. സ്വന്തം സഹോദരി അല്ല സർ, ചെറിയച്ഛൻ്റെ മകളാണ്. എൻ്റെ താഴെ 2 സഹോദരന്മാരാണുള്ളത്, ഹരി പറഞ്ഞു നിർത്തി. പിന്നെ അവർ കുറച്ചു നേരം ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ ഇറങ്ങാനായി പോയി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൻ ജയോടായി ചോദിച്ചു, അല്ല സാർ, ഡെവി സാറിൻ്റെ വീട് സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് എന്ന് കേട്ടിരുന്നു. അതെ ഹരി, ദാ ആ വഴി തിരിഞ്ഞ് ആദ്യം കാണുന്ന 2 നിലയുള്ള വീടാണ് അവൻ്റേത്, ജയ് പറഞ്ഞു. ഓക്കെ സാർ, അപ്പോൾ ശരി. എന്നാൽ തീർച്ചയായും കല്യാണത്തിന് പങ്കെടുക്കണം. ശരി ഹരി. നിനക്ക് താഴെ 2 സഹോദരന്മാരാണുള്ളത് അല്ലേ ഹരി? ജയ് പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. അവൻ്റെ കണ്ണുകൾ ചുമന്ന് കലങ്ങി. ദേഷ്യത്തിൽ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു. ജയുടെ അടുത്ത് നിന്ന് ഹരി നേരെ പോയത് ഡെവിയുടെ വീട്ടിലേക്കായിരുന്നു. ശ്രീയുടെ കോളേജിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി ഡെവി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഹരി കോളിംഗ് ബെൽ അമർത്തി. ശാരദാമ്മേ, ദേ ആരോ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു, ഒന്ന് പോയി നോക്കുവോ? ഡെവി കുഞ്ഞാണോ കുഞ്ഞേ? ശാരദാമ്മ ശ്രീയോട് ചോദിച്ചു. വന്നിട്ട് കുറച്ച് ദിവസമായുള്ളൂ എങ്കിലും ശ്രീക്ക് ശാരദാമ്മ സ്വന്തം അമ്മയും തിരിച്ച് അങ്ങനെയായിരുന്നു. അമ്മ പോയി നോക്കാം കുഞ്ഞെ, ദേ ആ കറി ഒന്ന് നോക്കണേ. അത് പറഞ്ഞവർ കതക് തുറക്കാനായി പോയി. ഹരി വന്നു പോയതിനു ശേഷം ജയ് നേരെ റൂമിലേക്കാണ് പോയത്. തൻ്റെ റൂമിൻ്റെ അകത്തായി തന്നെ മറ്റൊരു റൂം കൂടി അവനുണ്ട്. ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ അതിലാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത്. പെട്ടെന്ന് ആർക്കും ആ മുറിയിലേക്ക് കയറാനാകാത്ത വിധമുള്ള ഒരു റൂമാണത്. അവൻ ആ റൂം തുറന്ന് അകത്തേക്ക് കയറി. കുറച്ച് സമയം ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കി. കുറച്ച് ഫയലൊക്കെ നോക്കി വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൻ ആരെ വിളിച്ചു. എനിക്ക് മംഗല ഗ്രൂപ്പ്സിനെ കുറിച്ച് അറിയണം, അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. മറുവശത്ത് നിന്ന് എന്തോ പറഞ്ഞു. അത് കേട്ട് അവന്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. മംഗലത്ത് ഗ്രൂപ്പ്സ് എല്ലാത്തിന്റെ അടിവേര് തകർക്കുന്നത് ഈ ആഞ്ജനയായിരിക്കും. അതിനി അധികം കാലം ഉണ്ടാകില്ല. ദേഷ്യത്തോടെ ഫോൺ മുന്നിൽ കണ്ട കണ്ണാടിയിലേക്ക് ശക്തമായി എറിഞ്ഞു. എന്നിട്ടും കലി അടങ്ങാതെ ഇടിമുഴക്കം പോലെ അവന്റെ ശബ്ദം ആ 4 ചുവരിൽ പ്രതിധ്വനിച്ചു. തന്റെ മുന്നിലുള്ള എന്തിനെ ചുട്ടുചാമ്പലാക്കാൻ കെൽപ്പുള്ള തനി അസുരനായിരുന്നു അവൻ. പുറത്തെ കോളിംഗ് ബില്ലിന്റെ സൗണ്ടാണ് അവനെ തിരികെ കൊണ്ടുവന്നത്. ജയ് ആ റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഒരു കൊറിയർ ബോയ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സർ, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അത് വാങ്ങി അവൻ തിരികെ അകത്തേക്ക് വന്നു. ഉള്ളിൽ പ്രണയം അലതല്ലി. ചുണ്ടിൽ അവൾക്ക് മാത്രമായി പുഞ്ചിരി വിരിഞ്ഞു. അവൻ അത് തുറന്നു നോക്കി. അതിൽ 2 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവൻ ഫോൺ എടുത്ത് അവനെ വിളിച്ചു. താങ്ക്സ് സാരോ, വളരെ നന്നായിട്ടുണ്ട്. മഴയിൽ പുസ്തകങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ കുഞ്ഞിപ്പാവാടയും പൊക്കി ഓടുന്ന ഒരു കൊച്ചു പെൺകുട്ടി. ചിത്രത്തിലേക്ക് അവൻ്റെ വിരലുകൾ അനുസരണയില്ലാതെ ഓടി നടന്നു. അവളുടെ വെളുത്ത കാൽപാദത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയതും ഈ പെണ്ണെന്നെ ചീത്തയാക്കും. അവളുടെ നിറയെ മുത്തുകളുള്ള പാദസരത്തിലേക്ക് അവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവളിൽ അവൻ ഏറെ പ്രിയപ്പെട്ടത്. അവൻ 2ാമത്തെ ഫോട്ടോ എടുത്ത് നോക്കി. അതിൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് അവളെ താലി കെട്ടുന്നതായിരുന്നു. അവൻ അതിലൂടെ കണ്ണുകൾ പായിച്ചു. ഈ അസുരന്റെ കുഞ്ഞിപ്പെണ്ണ്. എന്നിലെ അസുരനെ ശാന്തമാക്കാൻ അവൾക്കല്ലാതെ ആർക്കാണ് കഴിയുക? ഡെവിയുടെ വീട്ടിൽ ഹരി കോളിംഗ് ബെൽ അടിച്ച് കാത്തു നിൽക്കുകയായിരുന്നു. ശാരദാമ്മ വന്ന് വാതിൽ തുറന്നു. ആരാണെന്ന് ചോദിക്കാൻ വന്നപ്പോഴേക്കും ഹരിയുടെ മറുപടി എത്തി. ഞാൻ ഡെവി സാറിനെ കാണാൻ വന്നതായിരുന്നു. സാർ ഇവിടെ ഇല്ലേ? അത് മോനെ, കുഞ്ഞ് പുറത്തു പോയതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. കുറച്ച് താമസിക്കും വരാൻ. ഇപ്പൊ ഇറങ്ങിയിട്ട് കുറച്ചു നേരം ആയിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ മോനെ? തീർച്ചയായും എൻ്റെ പെങ്ങളുടെ വിവാഹം പറയാനായി വന്നതായിരുന്നു. അവരുടെ സംസാരം കേട്ടാണ് ശ്രീ അങ്ങോട്ടേക്ക് വന്നത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരു നിമിഷം അവൾ വിറച്ചുപോയി. ഒന്ന് ചലിക്കാൻ പോലും മറന്ന് അവനെ തന്നെ നോക്കി നിന്നു പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ വലിയേട്ടൻ. ഹരി തലയുയർത്തി നോക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ശ്രീ. അവൻ
അവന്റെ വായിൽ നിന്ന് അറിയാതെ ആ പേര് പുറത്തു വന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളിൽ നിന്ന് മറയ്ക്കാൻ എന്ന പോലെ അവൻ തിരിഞ്ഞു നിന്ന് വാശിയിൽ കണ്ണു തുടച്ചു. പെട്ടെന്ന് അവന്റെ മുഖം വലിഞ്ഞു മുറുകി. ഓ, അപ്പം നീ ഒളിച്ചോടി വന്നത് ഇവന്റെ കൂടെയായിരുന്നോ? ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നിനക്കങ്ങ് പോയി ചത്തുകൂടേടി. ഇങ്ങനെ ഒരുത്തിയാണല്ലോ. ബാക്കി പറയാതെ അവനൊന്ന് നിർത്തി. ദേഷ്യത്തോട് അവളെ നോക്കി. ഇങ്ങനെ ഒരു ജന്മം ജനിച്ച് വീണപ്പോ തന്നെ അമ്മയെ കൊന്നു വന്ന നിനക്ക് പിന്നെ എങ്ങനെ ജീവിച്ചാലെന്താ? ആരുടെ കൂടെ ജീവിച്ചാലെന്താ? അവളുടെ മനസ്സിനെ കീറി മുറിക്കിയ പാകത്തിലുള്ള വാക്കുകളായിരുന്നു അവനിൽ നിന്ന് വന്നത്. ആരൊക്കെ പറഞ്ഞാലും തൻ്റെ വലിയേട്ടൻ ഇങ്ങനൊന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞു മനസ്സ് വല്ലാതെ തേങ്ങിപ്പോയി. സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി. വലിയേട്ട പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവന്റെ കൈ അവളിൽ പതിഞ്ഞിരുന്നു. ശക്തിയോടെ അവന്റെ കരങ്ങൾ അവളിൽ ഉയർന്നു താണു. ആരാണ് നിന്റെ വലിയേട്ടൻ? മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. തറവാട്ടിൽ ആരെങ്കിലും നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോടി? ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന നിന്നെ ഞങ്ങൾ അംഗീകരിക്കണോടി? അല്ലെങ്കിൽ തന്നെ വീട്ടിലെ വേലക്കാരി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതിൽ അവിടെ ആർക്കും ഒരു വിഷമവും ഇല്ല. പോകുമ്പോൾ പറഞ്ഞിട്ട് പോകാം. ഒരു പുച്ഛത്തോടെ അവൻ പറഞ്ഞു നിർത്തി. അവൾ ഒന്നും പറയാതെ അവനെ കണ്ണു നിറച്ച് നോക്കി. അവന്റെ വാക്കുകളായിരുന്നു അവളിൽ വേദന നിറച്ചത്. ഹരി ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവളുടെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും തൻ്റെ കൂടപ്പറപ്പിന് തോന്നിയില്ല. തിരിഞ്ഞു നടന്ന ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരിക്കൽ പോലും അവളെ തല്ലണമെന്ന് തോന്നിയിട്ടില്ല. അവൾ എങ്ങനെ വളർത്താൻ ആഗ്രഹിച്ചതാ? എല്ലാം നശിപ്പിച്ചില്ലേ? എല്ലാം അവൾ ഇല്ലാതാക്കിയില്ലേ? ശാരദാമ്മ ഒന്നും മനസ്സിലാകാതെ അവളെയും ഹരി പോയ വഴിയെ നോക്കി നിന്നുപോയി. ഹരി ഇറങ്ങി കൈ ഒന്ന് കുടഞ്ഞു. എന്നാൽ ഹരിയെ തന്നെ നോക്കിയിരുന്ന അവന്റെ കണ്ണിൽ സംശയം തോന്നി. കണ്ണുകൾ ദേഷ്യത്തിൽ ചുമന്ന് കലങ്ങി. എന്താണ് നടന്നതെന്ന് അറിയണം. എന്താണ് നടന്നത് എന്നറിയട്ടെ ആദ്യം. അവളെ കാണണം. ഇനി കാണാതിരുന്നാൽ അത് ശരിയാകില്ല.